ഞണ്ട് കറി ഉണ്ടെങ്കിൽ 2 കറി വേണ്ടെന്ന് പറയണത് നേര് തന്നെയാണ്. ഇതുപോലൊരു ഞണ്ട് റോസ്റ്റ് ഉണ്ടെങ്കിൽ വേറെ കറികളെല്ലാം കൂടി മാറി നിൽക്കും. അപ്പം നമുക്ക് നല്ല അസൽ ടേസ്റ്റുള്ള ഞണ്ട് റോസ്റ്റ് എങ്ങനെ ഉണ്ടാക്കണേന്ന് നോക്കാം കേട്ടോ. നല്ല കഴുകി വൃത്തിയാക്കി വെച്ചേക്കണ ഞണ്ടിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടിയും കുറച്ച് കല്ലുപ്പും ചതച്ച് വെച്ചേക്കണ പച്ചമുളകും വെളുത്തുള്ളിയും ഇഞ്ചിയും ആവശ്യത്തിന് വെള്ളവും കൂടി ചേർത്ത് ഒരു 15 മിനിറ്റ് നന്നായി ഒന്ന് വേവിച്ചെടുക്കുക. വേവിക്കുമ്പോൾ നമ്മൾ ഒഴിക്കണ വെള്ളം മുഴുവനായിട്ട് വറ്റിപ്പോകാതെ പ്രത്യേകം ഒന്ന് ശ്രദ്ധിക്കണം കേട്ടോ. കറി വെക്കുമ്പോൾ ഈ വെള്ളവും കൂടി ഒഴിക്കുകയാണെങ്കിൽ കറിക്ക് ഒന്നും കൂടി ടേസ്റ്റ് കൂടും. ഇനി ചട്ടിയിൽ എണ്ണ ചൂടാകുമ്പോഴേക്കും അതിലേക്ക് ചതച്ച് വെച്ചേക്കണ കുറച്ചധികം ഉള്ളിയും കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് നല്ലപോലെ ഒന്ന് വഴറ്റി കൊടുക്കുക. അതിന് കളറൊന്ന് ലൈറ്റായിട്ട് മാറി വരുമ്പോഴേക്കും അതിലേക്ക് മഞ്ഞൾപ്പൊടി, കാശ്മീരി മുളക് പൊടി, കുരുമുളക് പൊടിയും കൂടി ഇട്ട് നല്ലപോലെ ഒന്ന് വഴറ്റി കൊടുക്കുക. ഇനി ഈ പൊടികളുടെ പച്ചമണമൊക്കെ ഒന്ന് മാറുമ്പോഴേക്കും വേവിച്ച് വെച്ച് ഞണ്ടും കൂടി ഇതിലേക്കിട്ട് നല്ലപോലെ ഒരു 2-3 മിനിറ്റ് ഒന്ന് ഇളക്കി കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ല അടിപൊളി ടേസ്റ്റുള്ള ഞണ്ട് റോസ്റ്റ് റെഡി.